ഗുഡ് മോർണിംഗ് ഓൾ. ജീവൻ നിലനിർത്തുവാൻ അനിവാര്യമായ ജലത്തിന്റെ ആവശ്യകത ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. എന്നാൽ ശുദ്ധജലം ലഭ്യതയാകട്ടെ സൂക്ഷ്മമാവുകയും ചെയ്യുന്നു. വർഷം തോറും മഴയിൽ നിന്നും ലഭിക്കുന്ന വലിയ ജലസമ്പത്ത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനവും അശാസ്ത്രീയ മാലിന്യ സംസ്കരണവും അമിത ചൂഷണവും ജലവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. കേരള സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനായി സർക്കാർ തലത്തിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടന്നു വരുന്നുണ്ട്. ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസ് തൊടുപുഴ ഇടുക്കി കൂടാതെ അൽ-അസ്ഹർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ജിയോളജി ആൻഡ് വാട്ടർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റുമായി സംഘടിപ്പിച്ച് ഏകദിന ശില്പശാല ഇന്നിവിടെ നടത്താൻ പോവുകയാണ്. ഈ പ്രോഗ്രാമിലെ ആദ്യമായി ഈശ്വര പ്രാർത്ഥന നടത്തും. ചെയർമാനായ ശ്രീ ഹാജി എ മൂസ സർവ്വങ്ങൾക്ക് യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഡോക്ടർ ശശിധരൻ ബി, പ്രിൻസിപ്പൽ അൽ-അസ്ഹർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന്റെ വിഷയാവതരണത്തിനായി ഇവിടെ എത്തിച്ചേർന്ന ഭൂജല വകുപ്പിന്റെ സൂപ്രണ്ടിംഗ് ഹൈഡ്രോ ജിയോളജിസ്റ്റ് ആയിരുന്ന ശ്രീമതി ഡോക്ടർ ജി ബിന്ദു അവരെ ഈ യോഗത്തിലേക്ക് ആദരവുമായി സ്വാഗതം ചെയ്തു. ഈ യോഗത്തിന്റെ ആശംസകൾ അറിയിക്കാൻ വേണ്ടി ഇവിടെ സദസ്സിലിരിക്കുന്ന ഡോക്ടർ തോമസ് ഫ്രാൻസിസ്, വൈസ് പ്രിൻസിപ്പൽ അൽ-അസ്ഹർ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ്, ശ്രീമതി പെപ്സിയ കരീം, HOD ടൂറിസം ആൻഡ് ഡീൻ ഓഫ് സ്റ്റഡീസ് സർവീസ്, ശ്രീമതി വിനിത VM, HOD മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി, ശ്രീ മോഹൻദാസ് ശേഖർ, HOD ജിയോളജി ആൻഡ് വാട്ടർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ശ്രീ സുഭാഷ് ശേഖർ, അസിസ്റ്റന്റ് പ്രൊഫസർ ജിയോളജി ആൻഡ് വാട്ടർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് നാച്ചർ ക്ലബ് കോർഡിനേറ്റർ, ശ്രീ ഷമാസ് ബഷീർ, അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആൻഡ് NSS പ്രോഗ്രാം ഓഫീസർ, എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം അർപ്പിക്കുകയും കൂടാതെ ഇവിടെ ഈ ഏകദിന ശില്പശാല ഇത്രയും മനോഹരമായി തീർക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എന്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പറയാൻ കുറെ കാര്യങ്ങളുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല, കാരണം സമയപരിമിതി അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ നിർത്തുകയാണ്. ഈ സെമിനാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഇത്രയും നല്ലൊരു സെമിനാർ എല്ലാ സാമ്പത്തികമായും സാങ്കേതികമായും എല്ലാ സഹായം നൽകിയ, കൈനീട്ടി തന്ന, ചോദിക്കാതെ ഞങ്ങൾക്ക് തന്ന ഈ ഗവൺമെന്റിന്റെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിനെയും കേരള സർക്കാരിനെയും അതിന്റെ സംഘാടകരെയും ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥന്മാരെയും ഒരിക്കൽ കൂടി അവർക്കുള്ള നന്ദിയും കടപ്പാടും കോളേജിന്റെ പേരിൽ അർപ്പിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അത്രമാത്രം ജലം നമ്മുടെ ജീവിതമായി ഇഴുകിച്ചേർന്നിരിക്കുകയാണ്. എന്നാൽ നാം ജലത്തെ ഇത്ര കണ്ട് പ്രാധാന്യത്തോടെ സൂക്ഷിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ വരും തലമുറയ്ക്ക് കുടിവെള്ളം കാത്തു സൂക്ഷിക്കേണ്ട നാം അതിനെക്കുറിച്ച് ബോധവാന്മാരാണോ എന്നെല്ലാം ചിന്തിക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ പുഴകളും അതുപോലെ തന്നെ കുളങ്ങളും ചില ആശയങ്ങളും എല്ലാം മാലിന്യ കൂമ്പാരങ്ങൾ കൊണ്ട് മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് മലിനജലം, ജലാശയങ്ങളും മലിനമായ ഭൂമിയുമാണോ നാം വരും തലമുറയ്ക്ക് കൈകോർക്കേണ്ടത് എന്ന് നാം ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നമുക്കെല്ലാവരുടെ ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ മറ്റുള്ള ഇവിടെ പാർട്ടിസിപ്പൻസായി എത്തിയ എല്ലാവരെയും ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. കാരണം ഇനി ഈ ഭൂമിയിൽ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അത് വിദ്യാഭ്യാസമുള്ള യുവാക്കളിലാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള തിരിച്ചറിവാണ് നിങ്ങളെ ഈ കലാലയത്തിൽ എത്തിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ ശില്പശാലയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ എത്തിയ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ മഹത്തായ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നാം എല്ലാവരും ജലം പല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് പരിപാലിക്കാനും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മുടെ ചെയർമാൻ പറഞ്ഞു, പ്രഭാഷക, റിസോഴ്സ് പേഴ്സൺ, സൂപ്രണ്ടന്റ് ഹൈഡ്രോ ജിയോളജിസ്റ്റ് ശ്രീമതി ജി ബിന്ദു അവർ
മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം. മോഹിത് ആർ ശേഖർ, HOD, ജിയോളജി ആൻഡ് വാട്ടർ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അദ്ദേഹം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മൊബൈൽ നമ്മുടെ ഇത് ഡേറ്റ റീചാർജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലുള്ള പല മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സുകളിൽ ഒന്ന് ഈ പറഞ്ഞ കർണാടക കോൺസ്റ്റിറ്റ്യുവൻസിൽ നടപ്പിലാക്കിയത് എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജിയോളജി ആൻഡ് വാട്ടർ മാനേജ്മെന്റ് സഹകരണത്തോടു കൂടി വാട്ടർഷെഡ് മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ നമുക്ക് അറിയിക്കുന്നു. താങ്ക് യു. അധ്യക്ഷൻ LSR കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പളുമായ ഡോക്ടർ ശശിധരൻ ഡി അവർ ഉദ്ഘാടനം നിർവഹിച്ച LSR ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ അജി കെ മൂസ അവർ പ്രാക്ടിക്കൽ മോഡൽ നമുക്ക് ചെയ്യണം എന്ന് സർക്കാർ ഉദ്ദേശിക്കും. അതിന് ഒരു 5-6 പേരെ തെരഞ്ഞെടുത്തുകൊണ്ട് ജലത്തിന് ഏറ്റവും പ്രശ്നബാധിതമായിരുന്ന ഒരു പ്രദേശമായ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട നിയോജകമണ്ഡലത്തിലാണ് ഇതിന്റെ ജല മാനേജ്മെന്റ് എന്ന ഒരു പ്രാവർത്തികമായിട്ടുള്ള ഒരു പ്രവൃത്തിയിലൊക്കെ സർക്കാർ മുന്നോട്ട് വരികയും ചെയ്തത്. ഈ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ അങ്ങനെ ജല മാനേജ്മെന്റ് പ്രവൃത്തികൾ നടത്തിയതിന്റെ ഭാഗമായി അത് ജല മിച്ച പ്രദേശമാണ് ജലം എത്തിച്ചേർന്നിരിക്കുന്നത്. മാത്രമല്ല ഈ മോഡൽ മാത്രമല്ല, ഇത് നമുക്ക് പടിപടിയായി ഓരോ ജില്ലകളിലും ഇത് ആസൂത്രണം ചെയ്യുകയും ഇതിപ്പോൾ എല്ലായിടത്തും ഈ സംരക്ഷണം സംപോഷണം ഭാഗങ്ങൾ ഭൂമിക്ക് അനുസൃതമായി ഭൂപ്രകൃതിക്ക് അനുസൃതമായി എവിടെ എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം എന്നതിനെ കുറിച്ച് ജനങ്ങളെ അവബോധം സൃഷ്ടിക്കുന്നതിനും നിങ്ങളിലൂടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ ക്ലാസ് ഈ കോളേജിൽ നടത്താൻ തീരുമാനിച്ചത്. ജല പരിപാലനം നിർത്തണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലേ? അറിയാം. നമ്മൾക്ക് കിട്ടുന്ന വെള്ളത്തെ നമ്മൾ എത്രത്തോളം മാനേജ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഇത് നാച്ചുറൽ ആൻഡ് അർബൻ വാട്ടർ സൈക്കിളാണ്. അപ്പൊ ഞാൻ നേരത്തെ വാട്ടർ സൈക്കിൾ പറഞ്ഞു. നാച്ചുറൽ ആൻഡ് അർബൻ വാട്ടർ സൈക്കിൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്തെങ്കിലും വ്യത്യാസം അഭിപ്രായത്തിൽ കാണുന്നുണ്ടോ? നാച്ചുറൽ വാട്ടർ സൈക്കിളും അർബൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആ ഫ്രാക്ചർ ഡ്രൈ ആയ ഫ്രാക്ചറാണ്. ഫ്രാക്ചർ ഉണ്ട്, പക്ഷെ അതിനകത്ത് വെള്ളമില്ല. അങ്ങനെ ഡ്രൈ ഫ്രാക്ചർ കിട്ടുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കുഴൽക്കിണർ കുഴിക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ ഫെയിലുവർ ആകുന്നത്, നമുക്ക് വെള്ളം കിട്ടാതെ വരുന്നത്. കുഴൽക്കിണർ കുഴിച്ചാലും നിങ്ങൾക്ക് വെള്ളം കിട്ടാതെ വരുന്നത് അതിന്റെ ഫ്രാക്ചർ എന്തായതുകൊണ്ടാണ്? ഡ്രൈ ഫ്രാക്ചർ ആയതുകൊണ്ടാണ്. അപ്പൊ 2 ടൈപ്പ് ഫ്രാക്ചർ ഇല്ലേ? വെള്ളമുള്ള ഫ്രാക്ചറും ഉണ്ട്, വെള്ളമില്ലാത്ത ഫ്രാക്ചറും. ഇനി മൺസൂൺ സീസൺ, മഴ സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ വെള്ളം ഉണ്ടാവും. നമ്മുടെ ആ വാട്ടർ ടേബിളൊക്കെ നോക്കിക്കേ, നല്ലോണം ഉയർന്നു നിൽക്കുകയാണ്. ഒരു റിവറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ബഹുമാനന്റെ അധ്യാപകർക്കും ഒറ്റ വാക്കിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം.